ഇത് മറ്റൊരു കിതാബാണ്, ഇബ്നു അസ്കലാനിന്റെ മറ്റൊരു കിതാബ്. ഇമാം ഇബ്നു അസ്കലാനിന്റെ കിതാബാണ്. ഈ കിതാബിന്റെ പേരെന്താ? അദ്ദുററുൽ കാമിന ഫീ അയാനിൽ മിഅത്തി സാമിന എന്നാണ് കിതാബിന്റെ പേര്. ആരാ എഴുതിയത്? നേരത്തെ പറഞ്ഞ ഇമാം ഇബ്നു ഹജർ അസ്കലാനി. അദ്ദേഹത്തിന്റെ കിതാബിൽ 3051 നമ്പറായി ഒരു ഇമാമിന്റെ ചരിത്രം പറയുകയാണ്. ഏതാണ് ഇമാം? ആ ഇമാമ് വഹാബികൾക്ക് പേര് അറിയാം. റബീഉൽ അവ്വലാകുമ്പോ ആ പേര് വരുന്നു വഹാബിക്ക്. ഇമാം ഫാക്കിഹാനി. ഇമാം ഫാക്കിഹാനി എന്ന് പറഞ്ഞിട്ട് വഹാബികൾ റബീഉൽ അവ്വൽ ഇങ്ങനെ നടക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് പിടിച്ചിട്ട് ആ ഫാക്കിഹാനിയുടെ ചരിത്രമാ പറയുന്നത്. ഇമാം ഫാക്കിഹാനി പറഞ്ഞൊരു സംഭവം അതാ അതിൽ പറയുന്നത് കാണാം. എന്തറിയോ? ഖാല ശൈഖ് താജുദ്ദീനുൽ ഫാക്കിഹാനി. ഇമാം ഫാക്കിഹാനി പറഞ്ഞിരിക്കുന്നു. എന്താ അറിയോ? കാന ശൈഖ് അബുൽ അബ്ബാസ് അശ്ശാതിർ അദ്ദംനഹൂരിയു. അതേ ശൈഖ് അബുൽ അബ്ബാസ് അശ്ശാതിർ എന്ന് പറയുന്ന മഹാൻ ഹിജ്റ 733 ജനിച്ച് ഹിജ്റ 787 വഫാത്തായ വലിയുൻ മഷ്ഹൂർ, അറിയപ്പെട്ട അല്ലാഹുവിന്റെ ഔലിയാക്കളെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഒരു വലിയാണ്. ആര്? അബുൽ അബ്ബാസ് അശ്ശാതിർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാ. യഖൂലു, ആ മഹാനായ അബുൽ അബ്ബാസ് അശ്ശാതിർ റളിയല്ലാഹു അൻഹു പറയുന്നു. എന്താ പറഞ്ഞത് കേട്ടോ മൗലവിമാരെ? ലാ യഹ്ജുബുനി അൻ അസ്ഹാബി അത്തുറാബ്. എന്റെ ശിഷ്യന്മാരെ തൊട്ട്, എന്റെ അനുയായികളെ തൊട്ട് മണ്ണ് എനിക്ക് മറയിടൂല. അഥവാ ഞാൻ എന്റെ ശിഷ്യന്മാരെ നിയന്ത്രിക്കുന്നു, അവരെ ഞാൻ തർബിയത്ത് ചെയ്യുന്നു, അവരെ കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കുന്നു. ഞാൻ മരിച്ച് എന്നെ ഖബറിൽ ഇട്ട് മണ്ണുകൊണ്ട് മറമാടിയാലും ആ മണ്ണ് എന്നെ അവരെ തൊട്ട് മറക്കൂല, അത് മറയിടൂല. ലാ യഹ്ജുബുനി അൻ അസ്ഹാബി അത്തുറാബ്. എന്റെ ശിഷ്യന്മാരെ തൊട്ട് മണ്ണ് എന്നെ മറയിടൂല. മരിച്ചാലും മരിക്കാത്തതുപോലെ, ജീവനുള്ളവനെ പോലെ ഞാൻ എന്റെ ശിഷ്യന്മാരെ നിയന്ത്രിക്കും കേട്ടോ. സുബ്ഹാനല്ലാഹ്. മരിച്ചാലും ഞാൻ മരിക്കാത്തവനെ പോലെ എന്റെ ശിഷ്യന്മാരെ നിയന്ത്രിക്കും. എന്നിട്ട് പറയുന്നു കേട്ടോ, ഫതലബ്തു മിനല്ലാഹി തആല ഇൻദ ഖബ്രിഹി സലാസ ഹവായിജാ. താജുദ്ദീനുൽ ഫാക്കിഹാനി പറയാണ്, അതേ ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അശ്ശാതിർ റളിയല്ലാഹു അൻഹു ദർഗന്റെ അടുക്കൽ പോയി ഞാൻ 3 കാര്യങ്ങൾ ചോദിച്ചു. 3 കാര്യങ്ങൾ ആ ദർഗന്റെ അടുത്ത് പോയി ചോദിച്ചു. എന്താണ് ആ കാര്യം? ഒന്ന്, തസ്വീജൽ ബനാത്ത്, എന്റെ പെൺമക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ ആ ദർഗയിൽ പോയി ദുആ നടത്തിയത്, ചോദിച്ചത് ആരിക്കാ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്? മിൻ ഫുഖറാ സ്വാലിഹീൻ, നല്ല സ്വാലിഹീങ്ങളായ പാവപ്പെട്ടവർക്ക്, ഫക്കീറന്മാർക്ക്, പണക്കാർക്കല്ല. ഞങ്ങളൊക്കെ ദ്വാരക്കുന്ന എന്താ പഠിച്ചോനെ, എന്റെ മോക്ക് നല്ലൊരു പണക്കാരന് കിട്ടണോ, കാറിൽ പോകുന്ന ഒരു മരുമകന് കിട്ടണോ, ഒരു 10 പൗണ്ട് മഹറിടുന്ന മകനെ കിട്ടണമെന്നോ നമ്മൾ ചിന്തിക്കുക അല്ലേ? പണക്കാരന് പോണോ? ഇദ്ദേഹം പോയി ദ്വാരക്കുന്നറിയോ? ഈ വലിയന്റെ ഖബറിന്റെ അടുത്ത് പോയി ദ്വാരക്കുന്നത് എന്റെ മകൾക്ക്, എന്റെ പെൺമക്കൾക്ക് പാവപ്പെട്ട ഫക്കീറായ സ്വാലിഹായ പുതിയാപ്പള കിട്ടണോ? ദർഗയിൽ പോയിട്ട് ദ്വാരക്ക, അവിടെ ചോദിക്ക. രണ്ടാമത്തെ കാര്യം, വഹിഫ്ള കിതാബില്ലാഹി കാന തഅസ്സറ അലയ്യ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അതെനിക്ക് മനപ്പാടമായി കിട്ടണം. എനിക്ക് മനപ്പാടം ഒരൽപ്പം പ്രയാസമായിരുന്നു, അത് മുഴുവനും മനപ്പാടമായി കിട്ടാൻ അവിടെ പോയി ഞാൻ ചോദിച്ചു. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വൽ ഹജ്ജ, എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് കിട്ടണം. വകുന്തു അഅവസ മിനൻ നഫഖതി 1000 ദിർഹം, അതെ എനിക്കതിന് ചെലവ് 1000 ദിർഹം ഉണ്ടായിരുന്നു. ആ പൈസ എന്റെ കൈവശം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖിന് വേണ്ടി
അബുൽ അബ്ബാസ് ഷാത്തിർ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയി ഞാൻ ചോദിച്ചു 3 കാര്യങ്ങൾ. കടുത്ത ശിർക്കല്ലേ? ദർഗയിൽ പോയി കാര്യങ്ങൾ പറയുന്നത് ശിർക്കാണ്, ഇസ്ലാമിക സംസ്കാരം അല്ല എന്നാ പറയുന്നത്. ഇത് പഠിപ്പിക്കുന്നത് ഇബ്നു അസ്കലാനിയാ. ശിർക്കാണെന്ന് പറയോ മൗലവിമാരെ? അല്ല, ഇബ്നു അസ്കലാനിക്ക് ഖുർആൻ തിരിയില്ലാന്നാണോ നിങ്ങൾ അർത്ഥം? നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇബ്നു അസ്കലാനിയാ പറയുന്നത്. എന്നിട്ടോ എന്ത് സംഭവിച്ചറിയോ? അങ്ങനെ അദ്ദേഹത്തിന്റെ ദർഗന്റെ അടുത്ത് പോയി, അബുൽ അബ്ബാസ് ഷാത്തിറിന്റെ ദർഗന്റെ അടുത്ത് പോയി ഈ 3 കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. ചോദിച്ചപ്പോൾ ഫലം കിട്ടിയോ ഇല്ലയോ? ഫറഅയ്തു ശൈഖ ഫിൽ മനാം. അന്ന് സ്വപ്നത്തിലതാ അബുൽ അബ്ബാസ് ഷാത്തിർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വരുന്നു. ഖബ്ല തുലൂഇ ശംസി, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായി അന്ന് രാത്രി അതാ സ്വപ്നത്തിൽ വന്നു. വഹുവ യഖൂലു, അബുൽ അബ്ബാസ് ഷാത്തിർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ വന്നിട്ട് എന്നോട് പറയുന്നു, യഅതീക ഫുലാൻ അത്താജിർ ബി അൽഫി ദിർഹം. മോനെ, നിന്റെ അടുക്കലേക്ക് ഒരു ബിസിനസ്സുകാരനായ, കച്ചവടക്കാരനായ, പണക്കാരനായ ഒരു മനുഷ്യൻ 1000 ദിർഹമുമായി നിന്റെ അടുത്തേക്ക് വരും. അതുകൊണ്ട് നിന്റെ കാര്യങ്ങളൊക്കെ നീ മതിയാക്കണം. 1000 ദിർഹം നിനക്ക് തരും, അതുകൊണ്ട് നീ മതിയാക്കണം. വമാ തദ്ഖുലു മക്കത ഹത്താ യുഫ്തഹ അലൈക ബിഹാ. ആ പൈസ കിട്ടുന്നത് വരെ നീ മക്കയിലേക്ക് പ്രവേശിക്കണ്ട. കിട്ടുന്നത് വരെ നീ മക്ക പ്രവേശിക്കണ്ട എന്ന് പറഞ്ഞു. സ്വപ്നത്തിൽ അബുൽ അബ്ബാസ് ഷാത്തിർ റളിയല്ലാഹു അൻഹു സ്വപ്നത്തിൽ, ഔലിയാക്കൾക്ക് കറാമത്തുണ്ടോ ഇല്ലേ? നിങ്ങൾ ആലോചിച്ചു. ദർഗയിൽ പോയി ദ്വാരുന്നപ്പോ അന്ന് രാത്രി സ്വപ്നത്തിൽ വരുന്നു അബുൽ അബ്ബാസ് ഷാത്തിർ റളിയല്ലാഹു അൻഹു. വന്നിട്ടാ പറയുന്നത്, അതൊക്കെ കെട്ടുകഥ, കഥ മറ്റേതല്ലേ, കീറക്കിത്താബ്, പാളക്കിത്താബ്. ഇത് ഇബ്നു അസ്കലാനിയ. ഞങ്ങൾക്ക് നിങ്ങളെ മൗലവിമാര് പറഞ്ഞതല്ല ഞങ്ങൾക്ക് വേണ്ടത്. മൗലവിമാരെ പിന്നാലെ നിൽക്കാനുള്ളവരല്ല മുസ്ലിമീങ്ങൾ. ഇമാമീങ്ങളെ ബാക്കിലാണ് ലോകത്തുള്ള മുസ്ലിമീങ്ങൾ ഉള്ളത്. വിവരം കെട്ട, ലക്ഷണം കെട്ട, വൃത്തികെട്ട മൗലവിമാര് നിങ്ങളെ ഫോളോ ചെയ്യാനുള്ളവരല്ല ഈ നാട്ടിലെ മുസ്ലിമീങ്ങൾ. അവരൊക്കെ നോക്കുന്നത് ഇമാമീങ്ങളെ കിതാബ. ആ ഇമാമീങ്ങളാ രേഖപ്പെടുത്തുന്നത്. അത് തന്നെ സ്വഹീഹുൽ ബുഖാരിക്ക് വ്യാഖ്യാനം എഴുതിയ ഇബ്നു ഹജർ അസ്കലാനിയ ഈ ചരിത്രം ഉദ്ധരിക്കുന്നത്. ഇനി കേട്ടോ എന്ത് സംഭവിച്ചറിയോ? അദ്ദേഹം പറയുന്നു, അങ്ങനെ ഫഖ്തറത്തുൽ അൽഫ. ഫാഖ്യാനി പറയാ, ഞാൻ ഒരാളെ കയ്യിൽ നിന്ന് 1000 ദീനാർ കടം വാങ്ങി. അങ്ങനെ ഞാൻ മക്കയിലേക്ക് പോയി, യാത്ര പോയി. ഹത്താ വസൽതു ഇലൽ മുഅല്ല, ജന്നത്തുൽ മുഅല്ലയിലേക്ക് എത്തി. വലം യുഫ്തഹ് അലയ്യ ശൈഉൻ, അത്ര നേരം ഒരു വസ്തുവും എന്റെ കയ്യിലേക്ക് കിട്ടിയില്ല. ഒരു പണക്കാരനായ, കച്ചവടക്കാരനായ വ്യക്തി വന്ന് 1000 ദിർഹം തരൂന്നാ സ്വപ്നത്തിൽ പറഞ്ഞത്. പക്ഷേ ജന്നത്തുൽ മുഅല്ലയിലേക്ക് എത്തിയിട്ടും ഒരാളും 5 പൈസ തരുന്നില്ല. ഫലമ്മാ ത്വലഅത്തിൽ ഹദറതു, അങ്ങനെ അവിടെ നടക്കുന്ന സമയത്ത് ഒരു കുണ്ടുള്ള സ്ഥലത്തിലേക്ക് എത്തിയപ്പോ, വഅന മാഷിൻ, ഞാനിങ്ങനെ നടന്നു പോവുകയാ. വഇദാ റജുലുൻ യസ്അലു അന്നി, നോക്കുമ്പോൾ ആളെക്കൂട്ടത്തിൽ ഒരാള്, എവിടെയാണ് ഫാക്കിഹാനി, ആരാണ് ഫാക്കിഹാനി എന്നിങ്ങനെ ചോദിച്ച് നടക്കുകയാ. ഫഅശാറു ഇലയ്യ, എന്നെ പരിചയമുള്ള ജനങ്ങൾ പറഞ്ഞു, ഇതാ താജുദ്ദീനുൽ ഫാക്കിഹാനി ഇവിടെയുണ്ട്. അപ്പോൾ ഫനാവലനി അൽഫ ദിർഹമിൻ, ആ വ്യക്തി എന്റെ അടുത്ത് വന്ന് 1000 ദിർഹം എന്റെ കയ്യിലേക്ക് തന്നു. വഖാല, അയാൾ എന്റെ കയ്യിൽ 1000 ദിർഹം തന്നിട്ട് പറഞ്ഞു, റഅയ്തുൽ ബാരിഹത ഖായിലൻ യഖൂലു, ഇന്നലെ രാത്രി എന്നോട് ഒരാൾ വന്ന് പറഞ്ഞു, ഖുദ് മഅക അൽഫ ദിർഹമിൻ, നീ 1000 ദിർഹം പിടിച്ചോളണം. വഅൽഖി ബിഹാ ഫുലാനൻ, ഇന്ന ആൾ അഥവാ താജുദ്ദീനുൽ ഫാക്കിഹാനി എന്ന പേരുള്ള വ്യക്തിയിലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കണം എന്ന് എന്നോട് ഒരാൾ ഇന്നലെ രാത്രി സൂചിപ്പിച്ചു. അങ്ങനെ ഫഖുൽതു ഫഅഖതുഹാ, താജുദ്ദീനുൽ ഫാക്കിഹാനി പറയാണ്, ഞാൻ 1000 ദിർഹം വാങ്ങി. വഅതൈതു ഇലല്ലദി തറൽതു മിൻഹുൽ അൽഫ, 1000 ദിർഹം ഞാൻ കടം വാങ്ങിയ മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയി. ഫദഫഅതുഹാ ഇലൈ, അയാൾക്ക് ആ കടം വാങ്ങിയ പൈസ ഞാൻ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇരിക്കട്ടെ, സംഭവം പിന്നീട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു അതാ മഹാന്മാരെ ദർഗയിൽ പോയി കാര്യങ്ങൾ പറയുന്ന സംഭവം
ഇബ്നു ഹജർ അസ്കലാനി അവിടുത്തെ അദ്ദുറുൽ കാമിന ഫീ അയ്യാനിൽ മിഅത്തി സാമിന എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു ഇമാം ഫാക്കിഹാനിയുടെ സംഭവമാ. ഇല്ല എന്ന് പറയാൻ വഹാബികളെ നിങ്ങൾക്ക് സാധിക്കോ? ഇബ്നു ഹജർ അസ്കലാനി മുശ്രിക്കാണോ? ശിർക്ക് തിരിയാത്ത ആളാണോ? തൗഹീദ് തിരിയാത്ത ആളാണോ? പറയൂ നിങ്ങൾ. ഇനിയോ